21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരങ്ങളായ പ്രഭുദേവയും വടിവേലുവും ഒന്നിച്ച് അഭിനയിക്കുന്നു. സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും. വിയറ്റ്നാമിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ പൂജ ദുബൈയിൽ നടന്നു. அவரோட பெரிய ஃபேன் நான், பெரிய ஃபேன். ஒரு 10 பேர்ல நான் இருக்கேன். സാം റോഡ്രിക്സിന്റെ സംവിധാനത്തിൽ ദുബൈയിലെ കണ്ണൻ രവി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന 4ാമത്തെ സിനിമയിലാണ് 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവ വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ വിജയകാന്ത് ചിത്രം എങ്കൽ അണ്ണയിലാണ് ഇവർ ഏറ്റവും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ചത്. വടിവേലു ഒരേ സമയം തന്റെ മൂത്ത സഹോദരനും സുഹൃത്തുമാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവ സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. വടിവേലു, യുവാൻ ശങ്കർ രാജ, സാം റോഡ്രിക്സ് എന്നിവരുമായി ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രഭുദേവ പറഞ്ഞു. വർഷം കളിച്ച് അണ്ണനാ നண்பனா என்னன்னு எல்லாம் கலந்து கூட பண்ணுறோம். அவ்வளோ சந்தோஷம், எக்ஸைட்மெண்ட்டு, ரொம்ப சந்தோஷம். அதுக்கு ஃபஸ்ட்டு தேங்க்ஸ் டு கண்ணன் ரவி சார் அண்ட் நம்ம டைரக்டர் சாம். அண்ட் அதுக்கப்புறமா இவனோட பண்ணுறது கூட ரொம்ப சந்தோஷம். நம்ம 3 பேர் சேர்ந்து பண்ணுறோம். இந்தியாவுடைய மைக்கேல் ஜாக்சன் அவர் பிரபுதேவா அவருடைய சேர்ந்து நான் இணைஞ்சு 21 ஆண்டுக்கு பிறகு இப்போ 2 பேர் இணைஞ்சாங்க. அதில் டேரக்டர் இந்த படத்துக்கு இசையமைக்கிறதுக்கு எங்களுக்கு ஒரு மிகப்பெரிய ஜாமானுடைய பிள்ளை, அது ஒரு மிகப்பெரிய ஜாமான் யுவன் சங்கர் ராஜா. 1994 ഇറങ്ങിയ കാതലിന്റെ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്ന കോംബോ ആയിരുന്നു പ്രഭുദേവയും വടിവേലുവും. ദുബൈയിൽ നടന്ന സിനിമയുടെ പൂജയിൽ നടന്മാരായ ജീവ, തമ്പി രാമയ്യ, സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ, സംവിധായകൻ സാം റോഡ്രിക്സ് തുടങ്ങിയവരും പങ്കെടുത്തു. ജീവയെ നായകനാക്കി കണ്ണൻ രവി ഗ്രൂപ്പിന്റെ 3ാമത്തെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടന്ന ചടങ്ങിൽ ട്രിപ്പിൾ ടി എന്ന് പേരിട്ടിരുന്നു. മീഡിയ 1, ദുബായ്.